നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന്. ശ്യാം, ആശുപത്രിയിലെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? അവസാന ബോഡിയായിട്ടുള്ള അനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ മൃതദേഹവും കൂടിയായിട്ട് ഈ എടത്തട്ട മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം ഈ നിഖിലിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അതിനുശേഷം പിതാവ് മാത്യു ഈപ്പൻ്റെയും അതോടൊപ്പം തന്നെ പിന്നീട് ബിജു പി ജോർജിൻ്റെയും പോസ്റ്റ്മോർട്ടങ്ങളാണ് പൂർത്തീകരിച്ചതിൽ ബിജു പി ജോർജ് ഈ പത്തനംതിട്ട ആശുപത്രിയിൽ കുറച്ചു കാലം ജോലി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിജുവിൻ്റെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിനുൾപ്പെടെ വെക്കുകയും ചെയ്തു. ഇനി അനുവിൻ്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവരുടെ 4 പേരുടെയും മൃതദേഹം ഇടത്തട്ട മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി തീരുമാനിക്കുക. എന്തായാലും ഇവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ വിദേശത്ത് നിന്ന് വരാനുണ്ട്. ഈ കഴിഞ്ഞ കല്യാണവുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കളെല്ലാം തന്നെ നേരത്തെ എത്തിയതായിരുന്നു. അതിനുശേഷം ഇവർ തിരികെ പോയതാണ്. ഇനി വീണ്ടും ഈ മരണ വാർത്തയറിഞ്ഞ് ഇനി വീണ്ടും ഈ വീട്ടിലേക്ക് അവരെ കാണുവാൻ വേണ്ടി, അവസാന നിമിഷം കാണുവാൻ വേണ്ടി പക്ഷേ ഇവരെല്ലാവരും എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു തീരുമാനം നിലവിൽ ആയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ AK സ്റ്റെഫിൻ കൂടിയുണ്ട്. ഇപ്പോൾ ആശുപത്രി വിവരങ്ങളാണ് ശ്യാം പങ്കുവയ്ക്കുന്നത്. ആശുപത്രി ജീവനക്കാരനായിരുന്നു, നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ സഹപ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുണ്ട്. അല്പനേരം അവിടെ ഒരു പൊതുദർശനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിജുവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ അത് അത്യന്തം ശോകമുഖമായ അന്തരീക്ഷമാണ്. അച്ഛനും മകളും നഷ്ടമായി. ഇനി ഒരു അമ്മ മാത്രമാണ് ആ വീട്ടിലുള്ളത്. നേരത്തെ ആശുപത്രിയിൽ പോയതിനു ശേഷം നെഞ്ചുപൊട്ടി അവർ മടങ്ങി വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റെഫിൻ, എങ്ങനെയാണ് ബിജുവിന്റെ വീട്ടിലെ ഒരു സാഹചര്യം? നമുക്കറിയാം, അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സംസാരിക്കാൻ പോലും അവിടെയുള്ള ആളുകൾക്ക് സാധിക്കാത്തൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? അജയലക്ഷ്മി, ഇപ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇടവകയിൽ നിന്നുള്ള ആളുകളും മാത്രമേ ഉള്ളൂ. മുൻപ് ഇവിടെ വന്നിരുന്ന അയൽക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളുമൊക്കെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവരും ഈ വീട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. അത്യന്തം ദുഃഖകരമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ ഇവരുടെ ഇടവകയിൽ നിന്നും കന്യാസ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ ഈ അനുവിൻ്റെ അമ്മയെ, ബിജുവിൻ്റെ ഭാര്യയായിട്ടുള്ള നിഷയെ ആശ്വസിപ്പിക്കുകയാണ്. അവരുടെ മുന്നിലും വിങ്ങിപ്പൊട്ടുന്ന നിഷയുടെ കരച്ചിലാണ് യഥാർത്ഥത്തിൽ വീടിന് പുറത്ത് നിന്ന് നമുക്ക് കേൾക്കാനാവുക. അത്യന്തം ദുഃഖകരമാണ് ഈ വീടിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയ ശൂന്യതയുണ്ട്. കാരണം ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ്, ഒപ്പം ഏറെ സ്നേഹിച്ച് വളർത്തിയ മകൾ, ആ 2 പേരെയും നഷ്ടമാകുമ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഹൃദയം വിങ്ങുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ ചേതനയേറ്റ് ആ മൃതദേഹങ്ങൾ കണ്ട ശേഷമാണ് നിഷ ഈ വീട്ടിലേക്ക് അല്പം മുമ്പ് എത്തിയത്. ഇപ്പോൾ വീട്ടിനകത്ത് തന്നെയാണ് അമ്മയുള്ളത്. അനുവിൻ്റെ സഹോദരൻ നേരത്തെ ആശുപത്രിയിൽ പോയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ, നടപടികൾക്കൊക്കെ വേണ്ടി തന്നെ അവിടെ തുടരുകയാണ്. അപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതലായി തയ്യാറാക്കി നക്ഷത്രമൊക്കെ തൂക്കി വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നുപോയൊരു വീടാണ് വിവാഹം. ഇപ്പോൾ നാളെ അനുവിൻ്റെ പിറന്നാളായിരുന്നു. ക്രിസ്മസ് വരാൻ പോകുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായൊരു സംഭവം ഉണ്ടായത്.